നമ്മളോടൊപ്പം ഉള്ളത് തോമസ് വടക്കേലച്ചനാണ്. അച്ഛൻ്റെ വിശേഷങ്ങളിലേക്ക്. ഞാൻ പാലാരൂപതയിലെ ഒരു വൈദികനാണ്. 18 വർഷമായി പൗരോഹിത്യം സ്വീകരിച്ചിട്ട്. ഒരുപാട് സന്തോഷമാണ് ഈ പൗരോഹിത്യ ജീവിതത്തിൽ. എനിക്ക് കൊച്ചുനാൾ തുടങ്ങി വലിയ ആഗ്രഹമായിരുന്നു ഒരു അച്ഛനാവണമെന്ന്. എൻ്റെ ഈ വളർച്ചയുടെ കാലഘട്ടത്തിൽ എൻ്റെ പേരൻസ്, അതുപോലെ തന്നെ എൻ്റെ കുടുംബാംഗങ്ങൾ, എൻ്റെ ഇടവകയിലുള്ള വൈദികർ, എന്നെ പഠിപ്പിച്ച സിസ്റ്റേഴ്സ്, അവരെല്ലാവരും ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു. പൗരോഹിത്യ പരിശീലനത്തിൻ്റെ സമയത്ത് നല്ലൊരു അച്ഛനാവണം, അവരെപ്പോഴും പറയും വിശുദ്ധനായ ഒരു അച്ഛനാവണം. അങ്ങനെയുള്ളൊരു പരിശീലനത്തിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ എല്ലാം പ്രോത്സാഹനം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു പൗരോഹിത്യത്തിലേക്ക് വന്നതും അങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്ന ഒരു ജീവിത അവസ്ഥയാണ്. ഏത് മേഖലയിലുള്ള സേവന? ഞാനിപ്പോൾ കോട്ടയത്ത് വടവാതൂരുള്ള സെയിൻറ് തോമസ് അപ്പസ്റ്റോളിക് സെമിനാരിയിൽ പഠിപ്പിക്കുന്നു. ഇവിടുത്തെ സ്പിരിച്വൽ ഫാദറാണ്. അതുപോലെ തന്നെ പൊന്റിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിലീജിയസ് സ്റ്റഡീസിലെ അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുകയും. എത്ര വർഷമായിട്ട്? ഞാൻ കഴിഞ്ഞ 9 വർഷക്കാലത്തോളമായിട്ട് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. 9 വർഷമായിട്ട് ഒത്തിരി അച്ഛന്മാരെ സമൂഹത്തിലേക്ക്, സഭയ്ക്കും നാടിനും ഒക്കെ ആയിട്ട് നൽകാൻ വേണ്ടി സാധിച്ചു അല്ലേ? ഏകദേശം എത്ര അച്ഛന്മാരെ? ഏകദേശം എനിക്ക് തോന്നുന്നു 700-800ഓളം വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അച്ഛന് ലഭിച്ച ആ വിളി മറ്റുള്ളവരിലേക്ക് പകരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. ആ ഒരു അനുഭവത്തിൽ എന്ത് തോന്നുന്നു അച്ഛന്? അത് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത ഇതാണ്. പൗലോസ്ലീഹ പറയും, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് യോഗ്യമായ ജീവിതം നയിക്കാനായിട്ട് പറയും. അപ്പോൾ ഈ പരിശീലന കാലഘട്ടത്തിലും വിളിക്കനുസരിച്ച് യോഗ്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ എന്നെ ഈ ഒരു ജീവിത ശൈലിയിലേക്ക്, ജീവിതത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ച അനേകരുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ വളർച്ചയുടെ അല്ലെങ്കിൽ ഈ ഒരു പരിശീലന കാലഘട്ടത്തിൽ കുട്ടികളെ അതിൽ വളർത്തുക, ആ തമ്പുരാൻ്റെ വിളിക്കനുസരിച്ച് യോഗ്യമായിട്ടുള്ളൊരു ജീവിതം നയിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക, വളർത്തുക എന്നുള്ളതാണ് ഒരു വലിയ ഉത്തരവാദിത്വമായിട്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അറിവ് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ആത്മീയ പരിശീലനത്തിൽ കൂടി വളർത്തിയെടുക്കുക. 9 വർഷമായെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ഈ 9 വർഷത്തിനിടയ്ക്ക് ദൈവവിളി സ്വീകരിക്കാനും അച്ഛനായിട്ട് വരുവാനും ഒക്കെ ആൾക്കാരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ? ഇപ്പം പൊതുവെ മാധ്യമങ്ങളിലൊക്കെ അച്ഛന്മാരെ വരുത്തേക്കാനും അച്ഛന്മാരൊക്കെ കുറ്റം പറയാനും ഒക്കെ കൂടുതലും മുന്നിൽ നിൽക്കുമ്പോൾ പൊതുവെ ആൾക്കാർ ഒന്ന് മടിച്ചു മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പം അത് പൊതുവെ അങ്ങനെ ഒരു ധാരണയുണ്ട്, അച്ഛന്മാരാകാനും വിളി സ്വീകരിക്കാനൊക്കെ ആൾക്കാരുടെ എണ്ണം കുറവാണെന്നൊക്കെ. അത് ശരിയാണോ? അച്ഛന്മാരുടെ എണ്ണത്തിൽ കുറവ് ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുടുംബങ്ങളിൽ മക്കളുടെ എണ്ണം കുറവുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കുറവുണ്ട്. എങ്കിലും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ, മക്കളുടെ എണ്ണമൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവവിളിയിൽ കുറവില്ല. ധാരാളമായിട്ട് ആൾക്കാരെ ഈ ജീവിത രീതിയിലേക്ക്, ഇതൊരു ജീവിത രീതി തന്നെയാണല്ലോ, ഇത് പ്രത്യേകമായിട്ടുള്ളൊരു ജീവിത ശൈലിയാണ്, തമ്പുരാന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതമാണ്. അതിനെ സ്നേഹിക്കുന്ന ധാരാളം ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ വിളിയിൽ വിശ്വസ്തയോടുകൂടെ നിൽക്കുകയാണെങ്കിൽ അതിസുന്ദരമായിട്ട് ഈ ദൈവവിളി, പൗരോഹിത്യ ജീവിതം നയിക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ദൈവവിളി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് വരുന്നവരോട്, അങ്ങനെ ആ ഒരു ആഗ്രഹം ഉള്ളിലുള്ളവരോട് എന്താണ് അച്ഛന് പറയാനുള്ളത്? തീർച്ചയായിട്ടും എനിക്ക് അവരോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം ഇതാണ്: നിൻ്റെ വിളിയുടെ നിയോഗം അനുസരിച്ച് ജീവിക്കണം. അതും പൗലോസ്ലീഹയുടെ ഒരു ദർശനമാണ്. ഞാൻ പൗലോസ്ലീഹ പഠിപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനത്തോട് ചേർത്ത് വെച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും വിളിയുണ്ട്, ഓരോരുത്തർക്കും തമ്പുരാൻ പ്രത്യേകമായിട്ടുള്ള വിളി നൽകിയിട്ടുണ്ട്. ഈ പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആ വിളിയുടെ നിയോഗം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതമാണ്, അഭിഷേകത്തിൻ്റെ ഒരു ജീവിതമാണ്, അനുസരണത്തിൻ്റെ ഒരു ജീവിതമാണ്. അങ്ങനെയുള്ളൊരു ജീവിത ശൈലിയാണിത്. അത് അങ്ങനെ തമ്പുരാൻ്റെ പദ്ധതിക്കനുസരിച്ച് നന്നായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു ജീവിതമാണ്, മറ്റൊരു തൊഴിലല്ല, മറിച്ച് ഇറ്റ്സ് എ ലൈഫ് ടോട്ടലി ഡിവോട്ടഡ് ടു ഗോഡ്. തമ്പുരാന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് അർപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു ജീവിതമാണിത്. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ കേട്ടോ, ഒരുപാട് സന്തോഷം. ദൈവം അനുഗ്രഹിക്കട്ടെ.